ഈ IPL-ലെ 2025 സീസണിലെ ഏറ്റവും കിടിലൻ ഇന്നിങ്സ്, ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും കിടിലൻ ഇന്നിങ്സ് അത് ഏതായിരിക്കും? ഒരുപാട് ഉത്തരങ്ങൾ മനസ്സിലോട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ? അതിലോട്ടൊന്നും പോകണ്ട. പക്ഷേ 100-നേക്കാൾ സുന്ദരമായ ചില 90-കൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഇന്നിങ്സുകൾ മനസ്സിലേക്ക് വരുന്നില്ലേ? ഈ സീസണിലെ ഏറ്റവും മികച്ച 2 90-ൽ നിൽക്കുമ്പോഴും തല ഉയർത്തിപ്പിടിച്ച 2 ഇന്നിങ്സുകളിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തത് CSK RCB പോരാട്ടം. ഒരു 17 വയസ്സുകാരന്റെ ഗംഭീര പ്രകടനം. ആയുഷ് മേത്രെ 48 ബോളിൽ 94 റൺസ്. വമ്പന്മാരും കൊമ്പന്മാരും ഉള്ള ടീമിൽ ഈ സീസണിൽ CSKയുടെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ റൺ സ്കോററായിട്ട് ഈ ഒരു പയ്യൻസ് നിൽക്കുകയാണ്. സെഞ്ചുറി കിട്ടാത്തതിന്റെ സങ്കടമുണ്ടെങ്കിലും CSK RCB മാച്ചിൽ CSK ഫാൻസ് ഹാപ്പി ആയിരിക്കും. കാരണം ആ ഒരു സ്പാർക്ക് ടീമിൽ കാണുന്നുണ്ട്. അടുത്ത സീസണിലേക്ക് കത്തിച്ചൊലിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സോ അടുത്ത സീസണിൽ നോക്കാം CSK ഫാൻസ്, നമുക്ക് തിരിച്ചു വരാന്നേ. പക്ഷേ അവൻ RCB ഫാൻ ഞങ്ങൾ ഏറ്റവും ആഘോഷിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. പോയിന്റ് ടേബിളിൽ ഞങ്ങൾ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഓറഞ്ച് ക്യാപ്പുമായിട്ട് വിരാട് കോഹ്ലി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും ഞങ്ങൾ ജയിക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ കൂടുതൽ RCB ചരിത്രത്തിലേക്ക് പോകുന്നില്ല. കാരണം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ IPL സീസണിലെ 2 കിടിലൻ 90-കളെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തത് ഏതായിരിക്കും? പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം. അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെ ഒരു സ്റ്റൈലൻ 97 റൺസ്. ഗുജറാത്തിനെതിരെ സെഞ്ചുറി അടിക്കാൻ എല്ലാ വഴികളും ശ്രേയസിന് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു സിംഗിൾ ഇടുക, ശശാങ്കിന്റെ സ്ട്രൈക്ക് ശ്രേയസിന് കൈമാറുക, അത്രയും മാത്രമേ അവിടെ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ അന്ന് അവിടെ ഒരു ക്യാപ്റ്റന്റെ മെച്യൂരിറ്റി ശ്രേയസ് അയ്യറിൽ നമ്മൾ കണ്ടു. ശശാങ്ക് സിംഗും പിന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിരുന്നു, ഒരു ബോളും എനിക്ക് സിംഗിൾ ഇട്ട് തരാൻ വേണ്ടിയിട്ട് നീ നോക്കണ്ട, മാക്സിമം ബൗണ്ടറീസിന് വേണ്ടിയിട്ട് പോയിക്കോളൂ എന്നാണ് അന്ന് ആ ഒരു ക്യാപ്റ്റൻ തന്റെ ഓപ്പോസിറ്റ് ബാറ്റ്സ്മാനോട് പറഞ്ഞത്. ശശാങ്ക് സ്കോർ ചെയ്തു. ആ ഒരു മത്സരത്തിൽ നല്ലൊരു സ്കോറിലേക്ക് പഞ്ചാബ് എത്തി. പക്ഷെ ഒരു ചെറിയ മാർജിനിൽ മാത്രമാണ് പഞ്ചാബ് ജയിക്കുകയും ചെയ്തത്. ഇതുപോലെ 100-നേക്കാൾ സുന്ദരമായ ചില 90-കൾ ക്രിക്കറ്റ് ലോകത്തുണ്ടാവും. ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ സച്ചിന്റെ എത്രയോ 90-കൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 സീസണിലും മറ്റ് സീസണുകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടങ്ങൾ ഏതൊക്കെയാണ്? 100-നേക്കാൾ സുന്ദരമായ ബാറ്റ്സ്മാൻമാരുടെ 90-കളോ 80-കളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത് സുരേഷ് റെയ്നയുടെ ചെന്നൈ പഞ്ചാബ് പോരാട്ടത്തിലുള്ള ഒരു 87 റൺസാണ്. ഇതുപോലുള്ള ഇന്നിങ്സുകളൊക്കെ കമന്റ് ബോക്സിൽ പറ, നമുക്ക് നോക്കാമല്ലോ.